കോട്ടൺ യാൺ, അക്രിലിക് യാൺ, ബ്ലാങ്കറ്റ് യാൺ, ടീഷർട്ട് യാൺ എന്നൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് യാൺസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. യാൺ വാങ്ങുമ്പോൾ അതിന് പുറമെയുള്ള കവറിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കോട്ടൺ യാൺ ആണോ അക്രിലിക് യാൺ ആണോ എന്ന്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള യാണുകളാണ് ഇതൊക്കെ. ഗ്രീൻ കളർ യാൺ കോട്ടൺ ആണ്. ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത് അക്രിലിക് യാൺ ആണ്. അക്രിലിക്കിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ നാര് ഇതുപോലെ പൊന്തി നിൽക്കും. ഇതിൽ ബ്ലാക്ക് കളർ ബണ്ടിൽ അക്രിലിക്കും ബ്ലൂ കളർ കോട്ടനുമാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അക്രിലിക് വന്ന് കുറച്ച് ബൾക്കിയാണ്. ബ്ലാങ്കറ്റ് ഞാൻ ബ്ലാങ്കറ്റ്സ് ഉണ്ടാക്കാനും സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കാനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബ്ലാങ്കറ്റ് ഞാൻ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. ഇനി ഞാൻ കുറച്ച് ഹുക്സ് പരിചയപ്പെടുത്താം. ഞാനിവിടെ 8mm ഹുക്ക് യൂസ് ചെയ്യാറ് ബ്ലാങ്കറ്റ് ഞാന് വേണ്ടിയിട്ടാണ്. കോട്ടൺ ഞാന് വേണ്ടിയിട്ട് 3 അല്ലെങ്കിൽ 3.5mm ഹുക്സാണ് യൂസ് ചെയ്യാറ്. അക്രിലിക് ആണെങ്കിൽ 4mm വരെ നമുക്ക് യൂസ് ചെയ്യാം. പല ടൈപ്പ് ഹുക്സ് ഇന്ന് അവൈലബിൾ ആണ്. വുഡിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെ, പിന്നെ ഇതുപോലെ ഹാൻഡിൽ വരുന്ന ടൈപ്പ്. മെറ്റൽ യൂസ് ചെയ്യുമ്പോൾ ഫിംഗർ വേനെടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് മെറ്റൽ മാറ്റിയിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ കോട്ടിംഗ് ഉള്ള ഹുക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. ഹുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. ഞാൻ വാങ്ങിക്കാറ് ഓൺലൈനാണ്, ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി. ബിഗിനേഴ്സ് ആണെങ്കിൽ അക്രിലിക് ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് സ്റ്റിച്ചസ് ഒക്കെ പഠിക്കുക. കാരണം ഡാർക്ക് കളർ ആകുമ്പോൾ നമുക്ക് ഹുക്ക് ഏതിലൊക്കെ എടുത്തും ഏതിൽ വലിക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.